നമ്മളിപ്പോഴുള്ളത് വളരെ വിഖ്യാതമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. അതിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളുള്ളത്. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്റ്റേഡിയത്തിൽ, അതായത് വളരെ ഗംഭീരമായ കളികൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച, സ്പോർട്സിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു സ്റ്റേഡിയത്തിൽ 2025 ഓഗസ്റ്റ് 24 നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഖായിദെ മില്ലറ്റ് സെന്ററിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ്. അടുത്ത ഏതാനും സമയത്തിനകം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടി നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഖാദർ മൊയ്തീൻ സാഹിബ്, ET മുഹമ്മദ് ബഷീർ തുടങ്ങി മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളൊക്കെ ഈ ചരിത്ര സംഭവത്തിന് സാക്ഷികളാകാനായിട്ട് ഇവിടെ എത്താൻ പോവുകയാണ്. നമുക്കെല്ലാം അറിയാം, മുസ്ലിം ലീഗിന്റെ യാത്ര എന്ന് പറയുന്നത് 1948 മാർച്ച് 10 ചെന്നൈയിലെ രാജാജി ഹാളിൽ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ ആ ഒരു അധ്യക്ഷതയിൽ ആരംഭിച്ച യാത്ര വളരെ വർഷങ്ങൾ, 75, 76, 77 വർഷങ്ങൾ പിന്നിട്ട് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിവിശാലമായ, അടിപൊളിയായിട്ടുള്ള, അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരമാണ്. ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ദുആയോടുകൂടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് രാവിലെ ഉദ്ഘാടനം ചെയ്തു.